ഞാൻ ചാടുമ്പോൾ കൂടെ ക്യാമറയും കൂടി ചാടിക്കോട്ടെ എന്ന അവസ്ഥയാണ്. ഇപ്പോൾ എൻ്റെ ഫോൺ മീൻ വെള്ളത്തിലേക്ക് ഇട്ടേനെ. ഇന്ന് വെള്ളിയാഴ്ചയാണ് അനിശ്ചിതക്കുന്ന പോകണ്ടായിരുന്നേ. അപ്പോൾ രാവിലെ തന്നെ ഞാൻ ഇന്ന് വീഡിയോ എടുത്ത് തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനെ വീഡിയോ എടുക്കാനാണെന്ന് ഞാൻ അറിഞ്ഞില്ല. വീഡിയോ എടുത്ത് പഠിക്കായിരുന്നു. പിന്നെ ഞാൻ താങ്കളുടെ സേവനങ്ങൾക്ക് പെരുത്ത് നന്ദി എന്ന് പറഞ്ഞിട്ട് ഞാൻ തന്നെ വ്ളോഗ് എടുക്കാന്ന് വിചാരിച്ചു. അല്ലാന്നുണ്ടെങ്കിൽ ഇന്നും ഈ നൂറ്റാണ്ടിൽ നോമ്പ് തുറക്കാനായിട്ടൊന്നും ആവത്തില്ല. ഇന്ന് കുറച്ച് കാര്യമായിട്ട് ഊൺ ഉണ്ടാക്കാനായിട്ട് പോവാണ്. ചൂട് മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു, പിന്നെ മാന്തലും ഉണ്ടായിരുന്നു. മീൻകറി മുളകിട്ട് കറിയായിരുന്നു ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള അരപ്പൊക്കെ ആക്കി റെഡിയാക്കി മീനിട്ട് കൊടുത്തു. അതിനുശേഷം മാന്തൽ മസാലയൊക്കെ പുരട്ടി റെഡിയാക്കി വെച്ചേ. പിന്നെ പയർ മെഴുക്കുരുട്ടി വേണമെന്ന് പറഞ്ഞിട്ട് ഈ ഒരു അച്ചിങ്ങ പയർ എടുത്തിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നേ. സവാളയൊക്കെ കറക്റ്റ് സ്കെയിൽ പിടിച്ചൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അരിയാനായിട്ട് ആൾ എക്സ്പേർട്ട് ആണ്. അങ്ങനെ പയർ മെഴുക്കുരുട്ടി ഉണ്ടാക്കി. പിന്നെ മരിച്ചീനി നല്ല ഫ്രഷ് ആയിട്ടുള്ളത് കിട്ടിയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അത് കറി വെച്ചു. അതിനുശേഷം നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ടായിരുന്നു സൈഡിൽ. അങ്ങനെ അതൊക്കെ അടുപ്പിൽ നിന്ന് മാറ്റി. അതിനുശേഷം അരപ്പ് പുരട്ടി വെച്ചിട്ടുള്ള ആ ഒരു മാന്തൽ ഫ്രൈ ആക്കാനായിട്ട് വെച്ച്. പിന്നെ ഒരു മോരറിയാണെന്ന് പറഞ്ഞാൽ മോരറിയും കൂടി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ റെഡിയാക്കാൻ വെച്ചിട്ട് ചോറിന് വേണ്ടിയിട്ടുള്ള അരിയും കുക്കറിലാക്കിയിട്ട് മാവൊക്കെ റെഡിയാക്കി. പിന്നെ പഴംപൊരിക്ക് വേണ്ടിയിട്ടുള്ള പഴമൊക്കെ കട്ട് ചെയ്ത് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ. അതൊക്കെയാണ് ചെയ്തത്. അങ്ങനെ പിന്നെ പഴംപൊരി, എഗ് ബജി, പിന്നെ മുളക് ബജി ഇതൊക്കെ ആക്കിക്കൊണ്ടിരുന്നത്. ഞാനൊരു ചട്ടണി കൂടി പെട്ടെന്ന് ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാം കൗണ്ടർ ടോപ്പും എല്ലാം ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പാതി ജോലി ഒതുങ്ങിയിട്ടുണ്ടായിരുന്നു. ഹേസുട്ടൻ അപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടുന്നുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം റെഡിയാക്കി സെറ്റാക്കി ടേബിളിലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ നോമ്പൊക്കെ തുറന്നു. അതിനുശേഷം നമസ്കരിച്ചിട്ടൊക്കെ കഴിഞ്ഞിട്ട് ഹേസുട്ടൻ ഇക്കായും കൂടെ കുറച്ച് നടക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ കുറേ നേരം കഴിഞ്ഞിട്ടാണ് ചോറ് കഴിച്ചത്. നന്നായിട്ട് വിശപ്പായിട്ടാണ് ചോറ് കഴിച്ചത് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഗുമ്മില്ലാന്ന് കരുതിയിട്ട് നന്നായിട്ട് വിശന്നിട്ട് ചോറ് കഴിച്ചു. അപ്പോൾ എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. മന്തിലൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കൊതിപ്പിക്കുന്നതല്ല, എന്നാലും ഇത്രയും കഷ്ടപ്പെട്ടല്ലേ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ പറയാൻ നമ്മൾ ചോറ് കഴിച്ചു ഗൈസ്. എന്തായാലും ഹേസുട്ടൻ്റെ സാധനം നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതെ എൻ്റെ പയർ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ, സീ യു.